വന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 34 ആക്ടിവേറ്റ് ചെയ്യേ. ഓ ഡോട്ട്, മങ്കു എന്നെ പമ്പരം പോലെ കറക്കി കളഞ്ഞു. എനിക്കിപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. പക്ഷെ വിഷമിക്കണ്ട, അപ്ലൈയിങ് ഫോർമുല നമ്പർ 34. ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. എനിക്കും ആ പീകോക്കിനെ ഒന്ന് കാണണം. എന്റെ അമ്മ, അങ്ങോട്ട് നോക്ക്, വേറൊരു കളർഫുൾ ആയ പക്ഷി. അതൊരു ഹോൺടെയിൽ ബേർഡ് ആണ്. ഇവിടുത്തെ കാറ്റ് എത്ര ശുദ്ധമായിരിക്കുന്നു അല്ലേ? ശരിക്കും ഒരു റിഫ്രഷിംഗ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരുപാട് മനുഷ്യരിവിടെ വന്നിട്ട് കാടിനെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ ബ്യൂട്ടി നശിച്ചു പോയത്. കാടിന്റെ സൗന്ദര്യം കണ്ട് നിങ്ങളെല്ലാം മതിമറന്ന് നിൽക്കാനല്ലേ? ഞാനിപ്പോ കോടുവടിയിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് എവിടുന്ന് ഒരു ഫോട്ടോ എടുത്താ കൊള്ളാന്നാ പറഞ്ഞേ. കീക്കോ, ഒന്ന് നടുവിലേക്ക് വാ. മേയർ സാറേ, കോർണർ. ടോണി, വാ വാ. ടെമ്പോ അണ്ണാ, നിങ്ങളും ഇങ്ങോട്ട് വന്നേക്ക്. തീർച്ചയായിട്ടും ഇതാ വരുന്നു. Do not cross area of Manku Banku. ഈ മങ്കു ബങ്കു എന്ന് പറഞ്ഞ ആരാ? മങ്കു ബങ്കു ഒരു വലിയ മങ്കി മാൻ ആണ്. ഏതാണ്ട് കിങ് കോങ്ങിനെ പോലെ ഉണ്ടാകും. എല്ലാരും അവനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അവന് 4 കൈകളുണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും ഈ മങ്കു ബങ്കുവിന്റെ ഏരിയക്കകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരും തിരിച്ച് ജീവനോടെ വന്നിട്ടില്ലെന്നാ പറയുന്നത്. മോളെ ട്വിങ്കിലെ, ഇങ്ങോട്ട് നോക്കൂ. ഇതൊക്കെ കൊച്ചുകുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചില പേര് ഉണ്ടാക്കി വെച്ച കഥകളാണ്. ഞാൻ മങ്കു ബങ്കു പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. എന്ന് വെച്ചാൽ മേയറങ്കിൾ, നിങ്ങൾക്ക് അവന്റെ ഏരിയക്കകത്തൊന്ന് പോയി കാണിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കൂ മോനെ, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? മങ്കു ബങ്കുവിനെ ഞാൻ വേദനിപ്പിക്കാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മങ്കു ബങ്കുവിന്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗം പുറത്തേക്ക് വരട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? ഇതുപോലത്തെ കഥകളൊന്നും കേട്ടിട്ട് ഞാനൊട്ടും പേടിക്കില്ല. ഞാൻ വളരെ ധൈര്യശാലിയെന്നേ. ഇവിടെയൊന്നും മങ്കുമില്ല ബങ്കുമില്ല. ചിമ്മിക്കകത്ത് പുറത്തേക്ക് വരുന്നത് പുകയാണ്. ടോണി ബോസ് പറയുന്നത് വെറും കഥയാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഈ പപ്പിയെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ക്യൂട്ട്. ഇന്ന് മുതൽ ഈ പപ്പിയുടെ പേര് ജംപി. കലക്കി ട്വിങ്ക്. ജംപിങ് അടിപൊളി പേരാട്ടോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഇതിലൊരു ഷെയർ ഞാൻ ജംപിങ്ങിനും കൊടുക്കുന്നുണ്ട്. അവന്റെ കഴുത്തിലൊരു കളർഫുൾ കോളർ ഉണ്ടായിരുന്നെങ്കിൽ ജംപിയെ കാണാൻ കൂടുതൽ ക്യൂട്ട് ആയിരിക്കും. ഇപ്പൊ എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ? ടോണി, ആ ഫിസ്ബി ഒന്ന് വലിച്ചെറിയ. ജംപി തന്നെ വായി വെച്ചത് ക്യാച്ച് ചെയ്തോളൂ. ടോമിയെ ഒരു കോമഡി പീസ് ആക്കിയിരിക്കല്ലേ, അതും വെറും ഒരു പപ്പയ്ക്ക് വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ അവനൊരു വഴിയാക്കും, നോക്കിക്കോ. ജംപി, നോ! ഓ മൈ ഗോഡ്, ഇതിപ്പോ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മൊത്തം പ്രശ്നം തന്നെയാ. നീ എന്തിനാ ചെയ്തത്? നീ എന്തിനാ ഫ്രിസ്ബി ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞത്?
സോറി, ഞാനത് വലിച്ചെറിയണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വലിച്ചെറിഞ്ഞപ്പോ അത്ര ദൂരത്തേക്ക് പറന്നു പോയി. ഒരുപാട് സമയമായി നമ്മുടെ ജമ്പ് ഇതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല. ഏതായാലും നമുക്ക് അകത്ത് പോയി ചെക്ക് ചെയ്തേക്കാം. ട്വിങ്കിൾ ഇസ് റൈറ്റ്. നമുക്ക് അകത്തേക്ക് ചെന്ന് ജംപിയെ തേടി കണ്ടുപിടിക്കാം. പക്ഷേ അത് മങ്കു ബങ്കുവിന്റെ ഏരിയ അല്ലേ, നമ്മളാരും അങ്ങോട്ട് പോകാതിരിക്കുന്നേ നല്ലത്. അതൊരു അപകടം പിടിച്ച സ്ഥലമാണ്, ഞാൻ പറഞ്ഞേക്കാം. അപകടം പിടിച്ച സ്ഥലം തന്നെയാ, പക്ഷേ ജംപി നമ്മുടെ ഫ്രണ്ടാണ്. അവനെ നമുക്ക് അങ്ങനെ തനിച്ചു വിട്ടേച്ച് പോകാൻ പറ്റില്ല. കീക്കോ പറഞ്ഞതാ ശരി. ഡോഡോ, ഞാനും കേക്കോയും ചേർന്ന് നോക്കാം. നീ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാ. ഞാനും നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ. എന്റെ ഫ്രണ്ട്സ് എവിടെ പോയാലും അവരുടെ കൂടെ ഞാനും എപ്പോഴും ഉണ്ടാവും. ഡേഞ്ചർ സിഗ്നൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്ക് ഉടനെ ചെന്ന് നോക്കാം. ഓ എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ഇപ്പൊ അവരാ ഡേഞ്ചർ സ്ഥലത്തേക്ക് പോകും. നിരന്തരമായി ഈ കാട്ടിനകത്ത് തന്നെ എവിടെങ്കിലും കുടുങ്ങി കിടക്കും. ഈ കാട്ടിനകത്ത് ഒരു സൈറൻ സൗണ്ട് കേട്ടു. അത് എവിടെ വന്നു, എങ്ങനെ വന്നു, പറയൂ. സാരപ്പ കോഡ് ലാംഗ്വേജിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? രാത്രിയാവാൻ പോകുന്നാ പറഞ്ഞ്. കീക്കോ, ട്വിങ്കിൾ, ഡോഡോ എവിടേക്കാ പോയത്? ജെറ്റ്പെറ്റ് അങ്കിൾ, അവരൊക്കെ ദേ അങ്ങോട്ടാ പോയിരിക്കുന്നേ. ദാ പോയി ദാ വന്നു, ഞങ്ങൾ അവരെ കൊണ്ടുവന്നേക്കാം. എന്റെ അമ്മച്ചി, എന്തൊരു വലിയ ചെലന്തിയായത്. നിങ്ങളെല്ലാരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ശരിക്കും ജമ്പി ഈ കാടിനകത്ത് ഇത്രയും ദൂരം വന്നു കാണുവോ? കാടിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സ്കേറി. സാധാരണ സ്കേറി അല്ല, വളരെ വളരെ അതിഭയങ്കര സ്കേറി. സ്കാഫ് ഇവിടെയുണ്ട്, പക്ഷേ ജംപിയെ എവിടെയെങ്കിലും കാണാനില്ലല്ലോ. എന്റെ ദൈവമേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡേഞ്ചർ ഏരിയയിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയേ പറ്റൂ. ജംപി എവിടെയോ കുടുങ്ങിപ്പോയിന്നാ തോന്നുന്നേ. ദേ നോക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേ. ഞാൻ ചെന്ന് ചെക്ക് ചെയ്തിട്ട് വന്നേക്കാം. അതൊന്നും പറ്റില്ല കേക്കോ, ഞങ്ങൾ നിന്നെ എങ്ങോട്ടും തനിച്ചയക്കില്ല. അപകടം വരുമ്പോ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ തനിച്ചാക്കരുത്. ഒരൊറ്റവാക്കിൽ പറയണമെങ്കിൽ അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ ഡോഡോ? ആ, ട്വിങ്കിൾ പറയുന്നതാണ് ശരി. എന്നാൽ ഓക്കെ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ഡേഞ്ചർ ഏരിയയിൽ നമ്മൾ എല്ലാവരും എപ്പോഴും ഒന്നായിട്ടുണ്ടാവണം. ഓക്കെ? എന്റെ ദൈവമേ, എനിക്ക് ഈ കാട് കാണും തോറും ഭയങ്കര പേടി തോന്നുന്നു. R7 ഡേഞ്ചർ ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു അപകടമുണ്ട്, പക്ഷെ എവിടെയാണ്? നിങ്ങൾ രണ്ടാളും എന്താ ഒന്നും മിണ്ടാതെ വരുന്നേ? കീക്കോ! മങ്കോ, ഞങ്ങൾ ആരും നിന്നെ ഹേർട്ട് ചെയ്യാൻ വന്നതല്ല. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡോഗിയെ തേടി വന്നതാ. കീക്കോ, ഇവൻ നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. എല്ലാ ആനിമൽസിലും ലവ് ആൻഡ് റെസ്പെക്ടിന്റെ ഭാഷ മനസ്സിലാവും ടിങ്കിൾ. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അല്ല വന്നെന്ന കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ നിങ്ങൾ രണ്ടാളെയും വിട്ടേക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മങ്കു ബങ്കുവിന് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോയെ വിളിക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ മങ്കു ബങ്കു നമ്മുടെ ട്വിങ്കിളിനെയും ഡോഡോയും പിടിച്ചോണ്ട് പോയിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. ഈ സ്ഥലം വളരെ നിശബ്ദമാണല്ലോ. മങ്കു ബങ്കു എങ്ങോട്ടാ പോയത്? സൂപ്പർ സ്പീഡോടെ സ്പീഡ് കണ്ടപ്പോൾ അവൻ വിരണ്ടു പോയെന്നാണ് തോന്നുന്നത്.
സോറി കിക്കോ, ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ ചെന്നിടിക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, നമ്മൾ ഒരു മൃഗത്തെയും വേദനിപ്പിക്കരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മളാണ് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, അവരല്ല നമ്മുടെ വീട്ടിലേക്ക് വന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 34 ആക്ടിവേറ്റ് ചെയ്യേ. ഓ ഡോട്ട്, മങ്കു എന്നെ പമ്പരം പോലെ കറക്കി കളഞ്ഞു. എനിക്കിപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. പക്ഷെ വിഷമിക്കണ്ട, അപ്ലൈങ് ഫോർമുല നമ്പർ 34. ആ മങ്കു ബങ്കു എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് എങ്ങോട്ടാ പോയെന്നറിയില്ലല്ലോ. അവര് രണ്ടുപേരും വലിയൊരു അപകടത്തിൽ കുടുങ്ങിയിരിക്കുക. ഡോണ്ട് വറി കിക്കോ, നീ വിഷമിക്കണ്ട. ഇക്കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ നീ തന്നെ പറ സൂപ്പർ സ്പീഡോ, ഇതുപോലെ അപകടം പിടിച്ച കാട്ടിനകത്ത് നമ്മൾ അവരെ എങ്ങനെ തേടി കണ്ടുപിടിക്കും? ഇതിന് ഏത് ഫോർമുലയാ യൂസ് ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഉണ്ട് കിക്കോ. എന്താ? വേഗം പറ സൂപ്പർ സ്പീഡോ. മങ്കു ബങ്കു ഓടിപ്പോകുമ്പോൾ ഈ സ്ഥലം മുഴുവനും വൈബ്രേറ്റ് ആയി. ഞാൻ വൈബ്രേറ്റിംഗ് മീറ്റർ വെച്ച് കണ്ടെത്താം. ഏത് വൈബ്രേഷൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നും കണ്ടെത്താം. വാവ് ബഡി, വേഗം അത് കണ്ടുപിടിക്കേ. കെട്ടിപ്പോയി കിക്കോ, ഇങ്ങോട്ട് നോക്കൂ. ഞാൻ ഇതിന്റെ സെറ്റിംഗ്സ് വേറെ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. സ്ട്രോങ് വൈബ്രേഷൻ എവിടെ കണ്ടാലും അത് ഇതിൽ കാണിക്കും. എവിടുന്ന് വൈബ്രേഷൻ വരുന്നോ അത് ഈ പൊസിഷൻ മാപ്പിൽ കാണിക്കുന്നതാണ്. നമ്മൾ രണ്ടുപേരും ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആ കാണുന്ന ഗ്രീൻ ലൈറ്റ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം സൂപ്പർ സ്പീഡോ. എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിനെ രക്ഷിക്കണം. ഈ കാട് അപകടം പിടിച്ചത് മാത്രമല്ല, എത്ര അതിസുന്ദരമായ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ സമയത്ത് എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം എൻജോയ് ചെയ്യായിരുന്നു. വിഷമിക്കണ്ട കിക്കോ, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടെത്താം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് എൻജോയ് ചെയ്യാം. അങ്ങോട്ട് നോക്കി കിക്കോ, ഗ്രീൻ സിഗ്നൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ആ സ്ഥലത്തെത്തി കഴിഞ്ഞു എന്നർത്ഥം. Best of luck, Kiko. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ആരുടേതായിരിക്കും? ട്വിങ്കിൾ, ഡോഡോ, എഴുന്നേൽക്ക്. ഇത് ഞാനാ, കിക്കോ. ഭാഗ്യത്തിന് നീ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എത്തി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയമായെന്നറിയോ? വേഗം വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എത്ര തേടിയിട്ടും നമുക്ക് ജമ്പേ കിട്ടിയില്ലല്ലോ. നമുക്കൊന്നെ ഇപ്പൊ കണ്ടുപിടിക്കണം. ദേ അങ്ങോട്ട് നോക്ക്, ഗുഹയുടെ ആ ഭാഗത്തൊന്ന് വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വേഗം വാ, മങ്കു ബങ്കു വരുന്നതിന് മുമ്പ് നമുക്ക് എസ്കേപ്പ് ആവണം. സൂപ്പർ
സ്പീഡോ, ഈ കേവ് ഏത് സമയത്തും തകരുമെന്നാ തോന്നുന്നേ. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോയേ പറ്റൂ. ഓക്കേ കീക്കോ. താങ്ക് ഗോഡ്, മങ്കു മങ്കു ഇപ്പൊ കേവിനകത്ത് കുടുങ്ങി പോയി. 3 വാക്കിൽ പറയണമെങ്കിൽ വി ആർ സേഫ്. വേഗം സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 66. ആക്ടിവേറ്റിംഗ് ഫോർമുല 66. കീക്കോ, വെള്ളമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാൻ ഒരല്പം ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. ഇനി മങ്കു ബംഗുവിനെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? ഡോണ്ട് വറി ബഡി, വേഗം വെള്ളമുള്ള സ്ഥലത്തേക്ക് പോ. മങ്കു ബംഗുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 87. ആക്ടിവേറ്റിംഗ് ഫോർമുല 87. നീ ആരാ? എവിടുന്നാ വന്നിരിക്കുന്നേ? ശരിക്കും നീ ഭയങ്കര സ്മാർട്ട് തന്നെയാണ്. രാത്രി നേരങ്ങളിൽ കൊള്ളയടക്കാൻ ഇറങ്ങിയ നിന്നെ പോലുള്ളവരെ ഞാൻ വെറുതെ വിടില്ല. അതാ കെട്ടിയിട്ടിരിക്കുന്നത്. അടിച്ചതിന്റെ എല്ലാം എണ്ണി എടുക്കും ഞാൻ. സാറിപ്പ ചോദിച്ചു വരുന്ന കാര്യം എന്താന്ന് അറിയോ? നീ ഈ കാട്ടിനകത്ത് ഇത്രയും ദിവസങ്ങളായിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്ന? ഞാൻ ഈ കാട്ടിൽ നിന്നും മരങ്ങൾ വെട്ടി ആ മരങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുചെന്ന് വലിയ വിലയ്ക്ക് വിറ്റ് കാശാക്കുമായിരുന്നു. മരങ്ങളെ വെട്ടാനും വെട്ടിയത് കൊണ്ട് സേഫ് ആക്കി വെക്കാനും എല്ലാത്തിനുമായി ഞാൻ ഇവരെയൊക്കെ വെച്ച് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇവരെല്ലാവരും ഈ കാട് ചുറ്റിക്കാണാൻ ഒരു പ്രാവശ്യം വന്നവരാണ്. അപ്പൊ ഞാൻ ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. അതാ ഞാനും ഓർത്തത്. ഒരു കൊരങ്ങൻ മനുഷ്യനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നീ ആ തീപ്പന്തം എടുത്ത് എന്നെ നോക്കി എറിഞ്ഞില്ലേ? അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. കാരണം എല്ലാ മൃഗങ്ങളും തീ കണ്ടാൽ പേടിച്ചു വിറയ്ക്കും. പക്ഷെ ഞാൻ നിന്നെ കിക്ക് ചെയ്ത സമയത്ത് ഒരു മെറ്റാലിക് സൗണ്ട് കേട്ടു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, മങ്കു ബങ്കു അനിമൽ അല്ല. കലക്കി, വളരെ നല്ല കാര്യം.
ഇനി ഞങ്ങളും ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടാൻ പോവുകയാണ്. എങ്കിലേ നിനക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലാവൂ. ഇപ്പോ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ അല്ലേ? ആ ഇന്ന് ഞാൻ എന്റെ മമ്മി കുക്ക് ചെയ്ത ഫുഡ് കഴിക്കും. നിങ്ങളെയൊക്കെ കണ്ടതിൽ സന്തോഷം. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതാ നീ കഴിക്കേ. ഇനി ഈ കാട്ടിനകത്ത് എല്ലാരും സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാം. ആ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, മങ്കു ബങ്കു ഇവിടെ ആരുമില്ലെന്ന്. ഈ കള്ളന് ഞാൻ ആദ്യമേ പിടിച്ചിരുന്നെങ്കിൽ അവനെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കിയേനെ. എന്നിട്ട് അവന്റെ എല്ലുകളൊക്കെ എണ്ണിയേനെ. അങ്ങനെ മരം വെട്ടുന്ന കാര്യം തന്നെ അവൻ മറന്നുപോയേനെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ മരം വീഴട്ടെ. ഈഷ്.